എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്ത് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രീമിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു പാസ്ത പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് പെന്നെ പാസ്തയാണ്. അതായത് ഈ നീളത്തിലുള്ള പാസ്തയുടെ പേരാണ് പെന്നെ പാസ്ത. പല ഷേപ്പിലുള്ള പാസ്തകൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കനും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റും കൊണ്ട് ഈ ഒരു ചിക്കനും വേവും. കാരണം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് ചിക്കൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ വേവുകയും ചെയ്യും. ഇനി ഈ ഒരു ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെപ്പർ പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്കതിൽ മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പാസ്ത നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പാസ്തയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാസ്തയുടെ പാക്കറ്റിനകത്തും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അത് എത്ര ടൈം കൊണ്ട് വെന്ത് കിട്ടുന്നു. അപ്പോൾ ആ ഒരു പാക്കറ്റിൻ്റെ ടൈം അനുസരിച്ചിട്ട് നമ്മളത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പാസ്തയും നമ്മുടെ ചിക്കനും ഒക്കെ ഏകദേശം ഒരേ സമയം കൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും. പാസ്തയുടെ ടൈം ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 7 മുതൽ ഒരു 12 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാസ്ത വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പാസ്ത എന്താണെങ്കിലും ഊറ്റി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഊറ്റിയ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല, അത് നമുക്ക് ആവശ്യം വരും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി. ഇനി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 വെളുത്തുള്ളി ചേർത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ട. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാസ്ത നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 150 ml ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സോസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ സോസ് നല്ല തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പാസ്ത വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കിയെടുക്കാം. ഞാൻ ആ ഒരു ഭാഗം കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പിസ്സ സീസണിങ്ങും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിസ്സ സീസണിങ്ങിന് പകരം നിങ്ങൾക്ക് ഒറിഗാനോ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അതിനുശേഷം ഞാനിതിൽ 2 സ്ലൈസ് ചീസ് ഇടുന്നുണ്ട്. ചീസ് എടുക്കുന്ന സമയത്ത് മൊസറല്ല ചീസ് എടുക്കരുത്, കാരണം മൊസറല്ല ചീസിന് കുറച്ച് പുളി കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണ്ട എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇല്ലാതെയും ഇതുപോലെ തന്നെ പാസ്ത ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ മാത്രം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഈ ചിക്കൻ്റെ ഒരു പീസും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ വേണ്ടാത്തവർക്ക് അങ്ങനെ ഇതുണ്ടാക്കാം. അപ്പോൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പാസ്തയും നന്നായിട്ട് തന്നെ മിക്സ് ആവണം.
എല്ലാ പാസ്തയിലും ഈ സോസ് നന്നായിട്ട് തന്നെ പിടിക്കണം. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ പാത്രത്തിൻ്റെ വലുപ്പം കുറച്ച് ചെറുതായി പോയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാസ്ത ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കാക്കു പാസ്ത പാസ്ത എങ്ങനെയുണ്ട്? സൂപ്പറാണ്, കൊള്ളാം, അടിപൊളി. ഇഷ്ടമായില്ലേ? പക്ഷെ ഇത് അളവ് കൂടുതലുണ്ട്. ഇത്രയും കൂടുതൽ പാസ്ത ഞാൻ കഴിക്കുമോ? കുറച്ച് മതിയായിരുന്നു. സാരല്ല, ഇപ്പം എടുത്തതല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലേ? ബുദ്ധിമുട്ടി കഴിക്കണ്ട കേട്ടോ. അവിടെ വെച്ചോ. അവിടെ വെച്ചോ.